ഉമ്മത്തിനെ നേരെയാക്കണ ആളാരാ? മഹ്ദി. അപ്പോൾ സണ്ണ്, പിന്നെ സണ്ണില്ലോ വേറെ ആളെ കൂട്ടിയാണില്ല. ഒന്ന് മകൻ, ഒന്ന് നിയമപരമായി മകൻ, ഒന്ന് നിയമപരമായി മകൻ സ്ഥാനത്ത്. ഒന്നോ രണ്ടാളല്ലേ ഉമ്മത്തിനെ അവസാനം നന്നാക്കണം. എന്തെങ്കിലും നോക്കിയിരിക്കണം, ആണോ അല്ലേ? രണ്ടാളല്ലേ ഉമ്മത്തിനെ അവസാനം നന്നാക്കുക. ഒന്ന് മകനും ഒന്ന് മകന്റെ സ്ഥാനത്തുള്ളവും. ജമാഅത്തിനും ഡമാസ്കസ് പള്ളിയിൽ ഒരുമിച്ച് കൂടും. അപ്പൊ ആളുകൾ പറയും അമ്മലിന്നാസ് ഇസ്ലാമികളെയും ഇമാമത്ത് ഇല്ല, ഇമാമുക്കും ഖൈറുലക്കും, നിങ്ങൾ ഇമാമാണ്, നിങ്ങൾക്ക് യോഗ്യൻ. എന്ത്? അത് മുഹമ്മദ് എന്നാളുടെ മകളുടെ മകനാണ്. ഞാൻ ഇമ്രാന്റെ മകളുടെ മകനാണ്. നസബിൽ നോക്കിയാൽ ഞാൻ താഴെയാണ്. ഉമ്മ മേശറിൽ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കും, ആകാശത്തില്ലായിരുന്നു, അനക്കൊന്ന് ഇറങ്ങിച്ചെന്നായിട്ടൊന്ന് നന്നാക്കി കൂടെയിരുന്നു. അതിൻ്റെ പുതിയാപ്പിളെ നിനക്കറിയില്ലേ? ആ ജനം നാശാവുന്നതിൽ നിനക്ക് ആ മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്നുണ്ട്, നിനക്കറിയില്ലേ? ജന്നബിയല്ലേ? ഒബറമ്പി വാലിദത്തി. ഈ ഉമ്മയോടുള്ള ഗുണമായിട്ടാണ് ആര് വരുന്നത്? ഈസാൻ. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയടാ. قليل وداد العبد فيك صفاء ومدحوك من داء القلوب شفاء وذكرك يا خير الأنام غنيمة والمبتغي العليا سنا وسناء فإنك يا ياسين طه محمد أتاك من المولى الجليل ثناء وقد خضع العرش المجيد لوطأته فإنك فوق الكائنات سماء وقد خضع العرش المجيد. ഏറ്റവും വളർമയുള്ള അർശ് പോലും താഴ്മ കാണിച്ചില്ലേ? ലിവത്അത്തിൻ, അങ്ങൊന്ന് ചവിട്ടാൻ വേണ്ടി. തീർച്ചയായും അങ്ങ് ഫൗഖൽ കായിനാത്തി, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മീതെ സമാഉ, ഒരേ ഒരു ആകാശമാണ്. ലോകത്തൊരാകാശമേ ഉള്ളൂ, അതാണ് മുഹമ്മദ്. എല്ലാ സൃഷ്ടികൾക്കും മീതെ ഒരു ആകാശമുണ്ട്, അതാണ് മുഹമ്മദ്. ആകാശത്തിനും വേണ്ടി ആകാശം, ആകാശത്തിനുമുണ്ട് ഒരു ആകാശം, അർശിനുമുണ്ട് ഒരു ആകാശം, അത് മുഹമ്മദാണ് എന്നാണ് പറഞ്ഞത്. ഭയങ്കരാണ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അർത്ഥാശയുള്ള ഒരു വരി ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കരം ഫൈലാനം കൊണ്ട് തോന്നും. അതെങ്ങനെ? ഈ മനുഷ്യൻ അറബി അല്ല, ഈ മനുഷ്യൻ ആഫ്രിക്കക്കാരനാണ്. 8600 ചില്ലാനം കിലോമീറ്ററാണ് കൗലഹിൽ നിന്ന് മദീനയിലേക്കുള്ള ദൂരം. അത്രയും ദൂരം, നമുക്കത്ര ദൂരമല്ല. അള്ളാഹു അങ്ങോട്ട് കൊടുക്കുകയാണ് മനുഷ്യന്. 3300 ചില്ലാനം 3300 ചില്ലാനം ബെയ്ത്ത. ഇങ്ങനത്തെ ഒരു വരി ബുർദയിലില്ല. ബുർദ ആകെ 160 വരിയാണ്. ബുർദ എഴുതിയത് അക്കാലത്തെ ഒരു സാധാരണ ആലിമാണ്. ഇതെഴുതിയത് 20-ാം നൂറ്റാണ്ടിൽ ഭൂമി കണ്ട ഏറ്റവും മഹാനായ ഒരു അള്ളാഹുവിൻ്റെ മാണിക്കക്കല്ലാണ്. قد خضع العرش المجيد لوطأته فإنك فوق الكائنات سماء وصلت بك الأرسال والكل خادم من الحضرة العليا أتاه علاء خديمك إبراهيم يطمع فيك يا كريما به للأنبياء عطاء خديمك إبراهيم يطمع فيك. അങ്ങയിൽ കൊതിച്ച് നടക്കാൻ കേട്ടോ ഈ ഇബ്രാഹിം. യാ കരീമൻ, ഏ കരീമായ മഹാനായ ഔദാര്യവാനെ, ബിഹി, ആ കരീമിനെ കൊണ്ടാണ് അംബിയാ അതാഉൻ, അമ്പിയാക്കൾക്കൊക്കെ കിട്ടിയത്. അമ്പിയാക്കൾക്കെല്ലാം സമ്മാനം കൊടുത്ത നിങ്ങൾക്ക് എനിക്ക് തന്നൂടെ നബിയെ? ഞാൻ കൊതിച്ച് നടക്കാൻ, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരും. خديمك إبراهيم يطمع فيك يا كريما به للأنبياء عطاء وأنت محيط
شؤوني فلا أرى أنص على الحاجات منك غناء عليك وأنت محيط بشؤوني എല്ലാ കാര്യം നിങ്ങൾക്കറിയും. ഫലാ ഉറാ അനസ്സു അൽ ഹജാത്തി, ആവശ്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി പറയില്ല. നിങ്ങൾക്ക് ഖനാഉൻ, നിങ്ങൾക്ക് തന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഒരാൾ പറയാതെ ആൾ ആവശ്യം നിങ്ങൾക്കറിയാലോ നബി, നിങ്ങൾ ചെയ്ത് തന്നാൽ പോരെ. عليك صلاة الله ثم سلامه صلاة بها ينفك عنه غطاء عليك صلاة الله ثم سلامه ضمن الماء ونيل حباء عليك صلاة الله ثم سلامه فما لي غير المصطفى البدر مغرب وفي جائزات الغير ما لي مرغب هو الكل منه الكل بطنا وظاهرا فبحر سواهما لنا فيه مشرب فمن نوره الكونان منه تفجرات علوم جميع الرسل والكل يشرب فموسى وإبراهيم والروح كلهم توسل بالهادي الأمين فقربوا والكامل المحمود والسؤل والمن وأنت الحبيب المصطفى والمقرب وقد شهد الله العليم بأنه عليم لخير الخلق خلق مهذب فمن نوره അവിടുത്തെ പ്രകാശത്തിൽ നിന്നാണ് അൽ കൗനാനു രണ്ട് പ്രപഞ്ചവും ഉണ്ടായത്. അദ്ദുനിയ വൽ ആഖിറ മിൻഹു, അവിടെ നിന്നാണ് തഫജ്ജറത് ഉലൂം ജമീഅ റുസുലി, എല്ലാ മുർസലീങ്ങളുടെയും വിജ്ഞാനം ഹൃദയത്തിൽ പൊട്ടിവിടർന്നത് നബിയെ കൊണ്ട് കിട്ടിയതാണ്. വൽകുല്ലു യശ്റബു, ആ നബിയിൽ നിന്ന് കിട്ടിയ ആ പാനീയം അവർ കുടിക്കുകയാണ് ചെയ്തത്. വിജ്ഞാനം പഠിക്കുക എന്നതാണ് അതിൻ്റെ പ്രത്യക്ഷ ഭാവമെങ്കിൽ കുടിക്കുക എന്നതാണ് അതിൻ്റെ ആത്മീയ ഭാവം. പാല് സ്വപ്നം കാണുന്നത് പാല് കുടിക്കുക, ഒരു പാല് കുടിക്കൽ സ്വപ്നം കാണൽ ഇൽമിൻ്റെ ഒരു എന്താ പറയുക, ഒരു പരിധിയില്ലാത്ത ഇൽമ് ലഭിക്കുമെന്നതിന് തെളിവാണ്. അങ്ങനെ സ്വപ്നം കാണൂല, കാണുകയാണെങ്കിൽ വലിയ അർത്ഥമുണ്ട്. പാല് കുടിക്കുക, അപ്പോൾ കുടിയാണ് വിജ്ഞാനം, കുടിയാണ്. സത്യത്തിൽ അത് കുടിയുമാണ്. എന്താണ് കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് റൂഹ് കുടിക്കാണ്. ഞാനും ഫഹദും കൂടി ഒറ്റ പാത്രത്തിൽ നിന്നാണ് കഴിച്ചത്. അവലിൽ ഞങ്ങൾക്ക് കിട്ടിയ ചായ അവലിലേക്ക് ഒഴിച്ചു. അപ്പോൾ അവലിന് കുടിച്ചു. അവലിന് വായുണ്ടോ? അവലിന് വായുണ്ടോ? ഇല്ല. അവലിൻ്റെ ഓരോ സുഷിരവും വായാണ് എന്നതുപോലെ റൂഹിൻ്റെ ഓരോ സുഷിരവും വായാണ്. ഡോക്ടർ അവിടെ നിന്ന് എണീക്ക്, ഇങ്ങോട്ട് വന്നിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? ചിന്തിക്ക് എന്താ ചിന്തിക്ക്. അപ്പം എന്താ റൂഹ് അങ്ങോട്ട് കുടിക്കും. ഇപ്പം കുട്ടി സ്വപ്നം കാണുക, കുടിക്കുന്ന സ്വപ്നം കാണുക. അമ്പിയാക്കളെല്ലാം കുടിച്ചു. ആരിൽ നിന്ന് കുടിച്ചു? മുഹമ്മദ് എന്ന മഷ്റബിൽ നിന്ന് കുടിച്ചു. മുഹമ്മദ് എന്ന ആളുടെ അവരുടെ ആ മുഹമ്മദ് എന്ന മഷ്റബിൽ നിന്നാ കുടിച്ച്. അവരെല്ലാം ഷുർബിയത് മുഹമ്മദിയത്താണ്. അപ്പോൾ അവർക്ക് അവലിങ്ങോട്ട് ചീർത്തതുപോലെ അവർ വിജ്ഞാനം കൊണ്ട് ചീർത്തു പോയതാണ്. അവർ മുഹമ്മദിനെ കുടിച്ചതാണ്. മുഹമ്മദിനെ കുടിച്ചവരൊക്കെ ചേർക്കും. എന്താ നമ്മൾ ചേർക്കാത്ത? കുടിച്ചിട്ടില്ല, കുടിച്ചാൽ ചേർക്കും. റൂഹ് ചേർക്കും, റൂഹ് അങ്ങോട്ട് ചേർത്ത് പോകും. അലീമ ഉണ്ടാവും, ഹുദ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. മുഹമ്മദ് എന്ന ആളെ കുടിക്കണം. അള്ളാഹിനെ കുടിക്കാൻ ഒരാൾക്കും കഴിയൂല, മുഹമ്മദിനെ കുടിക്കുക. മുഹമ്മദിനെ കുടിച്ചാൽ അള്ളാഹിനെ കുടിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് എന്ന ആളെ കുടിച്ചാൽ നീ പടച്ചോനെ കുടിച്ചു. അള്ളാഹിനെ കുടിക്കാൻ നിനക്ക് കഴിയില്ല, കഴിയുന്നല്ല. എന്ത് വിചാരിച്ചാൽ കുടിക്കുക? അള്ളാഹ് എന്താന്ന് വിചാരിച്ചാൽ നീ കുടിക്കുക?
എന്താണ് ഇത് കുടിക്കുന്നത്? എന്താണ് എന്താ അള്ളാനെ കിട്ടാൻ വേണ്ടി എന്ത് കുടിക്കും? കുല്ലുമാ ഖത്തറ ബിബാലിക ഫല്ലാഹു ലൈസ മിത്ലഹു. നീ എന്തിനു വെച്ചാലും അത് അള്ളാഹു അല്ല. കുല്ലുക്കും ഹംഖഉ ഫി മഅരിഫത്തി ദാത്തില്ല. അള്ളാഹുവിനെ ഉൾക്കൊള്ളുന്നതിൽ നിങ്ങൾ ഹംഖകളാണ്, ബുദ്ധിയില്ലാത്തവരാണ്. അപ്പോൾ കുടിക്കാൻ പറ്റിയ ഒരാൾ ഇവിടെ ഉണ്ട്. ഒരാളെന്നും പറയണ്ട, ഒരു ആളിയത്ത്, ഒരു ശഖ്സിയത്ത്, അതാണ് മുഹമ്മദിയത്ത്. അഹമ്മദിയത്ത് കുടിക്കാൻ കഴിയൂല, അത് ആർക്കും അറിയില്ല. ഹത്താലിൽ അംബിയ, അംബിയാക്കൾക്ക് പോലും അഹമ്മദ് ആരാണെന്ന് അറിയൂല. ഖുർആൻ ഒരു വട്ടമാണ് അഹമ്മദിനെ പരിചയപ്പെടുത്തിയത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? അത് കുടിക്കാൻ കഴിയാത്ത സാധനമാണ്. മുഹമ്മദിയത്ത് 4 വട്ടം പറഞ്ഞു. അത് അള്ളാഹുവിൻ്റെ അള്ളാഹ്, അലിഫ് ലാമ് ലാമ് 4 അക്ഷരാണ്. 4 അക്ഷരാണ് അള്ളാഹ്. മീമ് ഹ മീമ് ദാൽ 4 അക്ഷരാണ് മുഹമ്മദ്. 4 തന്നെയാണ്, 4 വട്ടാണ് മുഹമ്മദ് എന്ന വാക്ക് ഖുർആൻ പറഞ്ഞത്. 4 വട്ട ഖുർആൻ മുഹമ്മദ് എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കുടിക്കണം. മുഹമ്മദിനെയാണ് കുടിച്ച ആർക്കും ആദമിന് ഇസ്മുകൾ പഠിക്കാൻ കാരണം ആദമെന്നാൾ എന്ത് ചെയ്തു? മുഹമ്മദിയത്ത് ശുർബി, മുഹമ്മദിയത്താണ് കുടിച്ചു. അപ്പോൾ ആദ്യം കുടിച്ചത് എന്താ? മുഹമ്മദിയത്താണ്. പിന്നെ ഇസ്മുകളൊക്കെ നെവർ മൈൻഡായി. ഇതേതിൽ നമ്മളൊരു വരി കണ്ടു, ബിഹി ഉല്ലിമൽ അസ്മാ വഅല്ലമ ആദമൽ അസ്മാ കുല്ല. ആദനബിക്ക് ഇസ്മുകൾ പഠിക്കാൻ കാരണം ആദനബി ആദ്യം ആരോട് കുടിച്ചു? മുഹമ്മദ് എന്നാളെ കുടിച്ചു. പിന്നെ പ്രയാസം ഉണ്ടായില്ല. അങ്ങനെ വരിയുണ്ട്. ഇബ്ലീസിന് ആദമിൻ്റെ ജബഹത്തിലെ മുഹമ്മദിൻ്റെ നൂറിനെ കാണാൻ കഴിഞ്ഞില്ല. ഹത്താ ലൗ റആഹു സജദ ഖബ്ലൽ മലായിക. മലക്കുകൾ വീഴുന്നതിന് മുമ്പ് ഇബ്ലീസ് സുജൂദിൽ വീഴുമായിരുന്നു. എന്ത് കണ്ടിരുന്നെങ്കിൽ? നൂറ് മുഹമ്മദ് കാണാൻ കഴിഞ്ഞില്ല. കാണാൻ കഴിയാതിരിക്കുക അതൊരു ഭാഗ്യക്കേടാ. അതാണ് ദീനും, അതാണ് എല്ലാം. അതാണ് നിസ്കാരം മുഹമ്മദാണ്, നോമ്പ് മുഹമ്മദാണ്, ഖുർആൻ മുഹമ്മദാണ്, ഹജ്ജ് മുഹമ്മദാണ്, എല്ലാം മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് അല്ലാത്ത ഒന്നുമില്ല. ഞാൻ നോക്കി അത് മുഹമ്മദാണ്, അതിൻ്റെ നൂറിൽ നിന്നാണ് ഉണ്ടായത്. എല്ലാം എന്താണ് ഇവിടെ ഇല്ലാത്ത മുഹമ്മദിയത്തിൽ നിന്നല്ലാതെ എന്തെവിടെ ഉണ്ടായത്? ഹത്താ ഖുലിഖ ജിബ്രീലു ഹത്താ الصلاة واجب على جبريل وميكال فإنه أصل الملائكة. മലക്കുകൾ മുഹമ്മദ് ഉണ്ടായതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമിൻ നൂരിഹി ഖുലിഖത്തിൽ മലായിക. അപ്പോൾ മലക്കുകൾക്ക് അള്ളാഹുവിൻ്റെ ഹബീബിന് സ്വലാത്ത് ചെല്ലൽ വാജിബുൻ അലൽ മലായിക, മലക്കുകൾക്ക് നിർബന്ധമാണ്, ചെയ്തേ പറ്റൂ. വളരെ 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 ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ചിന്തിക്കണം. ആ ബാധ്യതയില്ലാത്ത ഒരാളും ഇല്ല, അബാധ്യതയില്ലാത്ത ഒരാളുമില്ല. ഇന്നലെ രാത്രി വളീഫെല്ലാം വേണ്ടിയിട്ട് മുർഷിദ് എൻ്റെ അടുത്ത് വന്നു. രാത്രി മൂത്തടുത്ത് വീട്ടിലാണ്. അങ്ങനെ ആളുകൾ വന്ന് അങ്ങനെ കൂടുതൽ നേരം ഇരിക്കണത് പൊതുവെ എനിക്ക് ഇഷ്ടമല്ല. കാരണം എന്തുകൊണ്ട് ഇരിക്കുമ്പോൾ ഒന്നും പറയില്ലെങ്കിലും ഇഷ്ടമല്ല. എന്തുകൊണ്ട് നമ്മളെ പണി മുടങ്ങും. അപ്പോൾ ഏതായാലും വലിയ ഹൈറുണ്ടായി. അപ്പം അവന് 1-2 ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അങ്ങനെ അപ്പം നമ്മളങ്ങനെ വന്നിട്ട് നമ്മൾ ഈസായിലേക്ക് എത്തി അലൈഹിസ്സലാം. അപ്പോൾ ഞാൻ വബറം ബിവാലിദത്തി എന്ന ആയത്തിൻ്റെ വ്യാഖ്യാനം മുർഷിദിന് ഇന്നലെ രാത്രി പറഞ്ഞു കൊടുത്തു. വബറം ബിവാലിദത്തി, എൻ്റെ ഉമ്മാക്ക് ഗുണം ചെയ്യണമെന്ന് എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താണ് ആ ഗുണം? قال إني عبد الله آتاني الكتاب وجعلني نبيا
وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا وبرا بوالدتي. എൻ്റെ ഉമ്മാക്ക് ഗുണം ചെയ്യണമെന്ന് എന്നോട് കൽപ്പനയുണ്ട്. എന്താണ് പറഞ്ഞേ അറിയോ? നീ പറഞ്ഞുതരാം. ഉമ്മത്ത് മുഹമ്മദിനെ ഇർഷാദ് ചെയ്യുക. കാരണം എളാപ്പാൻ്റെ മതം നശിച്ചു പോകാനൊരുങ്ങുമ്പോൾ, എളാപ്പാൻ്റെ മതത്തിലുള്ള ജനങ്ങൾ വഴിതെറ്റി നടക്കുമ്പോൾ അവിടെ ഉമ്മയോടൊരു ബാധ്യതയാണ് എന്ത്? ആ ജനത്തിന് നേർവഴി പറഞ്ഞു കൊടുക്കുക. കാരണം ഇത് എളാപ്പയാണ്. ഉമ്മ മേശറിൽ കണ്ടുമുട്ടുമ്പോൾ ചോദിക്കും, ആകാശത്തില്ലായിരുന്നോ? അനക്കൊന്ന് ഇറങ്ങിച്ചെന്ന ഐറ്റങ്ങളൊന്ന് നന്നാക്കിക്കൂടായിരുന്നോ? അതിൻ്റെ പുതിയാപ്പിളെ നിനക്കറിയില്ലേ? ആ ജനം നാശാവുന്നതിൽ നിനക്ക് ആ മനുഷ്യൻ ദുഃഖിച്ചിരിക്കുന്നുണ്ട് നിനക്കറിയില്ലേ? ജന്നബിയല്ലേ? ഒബർറംബി വാലിദത്തി. ഈ ഉമ്മയോടുള്ള ഗുണമായിട്ടാണ് ആര് വരുന്നത്? ഈസാ നബി. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയടാ. ഇതാണ് ഇൽമ്. അതാണ് ഇൽമ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്തുകൊണ്ട്? അവസാന കാലത്ത് വേറൊരു നബി വന്നാൽ ആ നബിക്ക് ഒരു മിന്നത്തുണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം ജനങ്ങൾ നാശായി പോകുകയായിരുന്നു. അവസാനം ഞാനത് ലെവലാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു ബാധ്യതയില്ലാത്ത കാര്യം ബാധ്യതയായി ഏറ്റെടുക്കുക. അതേ സമയത്ത് ഈ വ്യക്തിക്ക് ആരോട് ബാധ്യത ഉണ്ട്? ഉമ്മയോട്. ഉമ്മാൻ്റെ പുതിയാപ്പിളല്ലേ ഇത്? എളാപ്പല്ലേ? സണ്ണില്ലോ? ഉമ്മാനെ നമ്മളെ ബാപ്പ മരിച്ചിട്ട് വേറൊരാൾ കിട്ടിയാൽ അയാൾക്ക് നമ്മളാരാ? നിയമപരമായി പുത്രസ്ഥാനം സണ്ണില്ലോ എന്ന് പറയാലോ. നമ്മൾ നാട്ടിൽ നടപ്പനുസരിച്ച് തന്നെ എന്താ വിളിക്കുക? അമ്മാനെ കിട്ടിയ ആളെ എന്താ വിളിക്കുക? എളാപ്പെന്നല്ലേ അങ്ങനെ വിളിക്കുക? എളാപ്പല്ലേ? അപ്പൊ എളാപ്പാന്ന് പറഞ്ഞാൽ അവിടെ ബാപ്പാൻ്റെ സ്ഥാനത്തല്ലേ? ആര് വഴി? പ്രത്യേകിച്ച് ഉമ്മാൻ്റെ പുതിയാപ്പിളക്ക് എന്ത് ചെയ്തു കൊടുത്താലും ആർക്കാണ് അവിടെ ഇഷ്ടം ഉണ്ടാകുക? ഉമ്മക്ക്. പറമ്പി വാലിദത്തി. അപ്പോൾ വേറെ ഒരു നബി അള്ളാഹ്ക്ക് അവിടെ ഇറക്കാം. പക്ഷെ അത് മിന്നത്താവും. ഇതങ്ങനെയല്ല. ഇത് ഉമ്മാനോട് ബാധ്യത. ഈ ബാധ്യത എന്താണാവോ? ആ ബാധ്യതയോടെ പറഞ്ഞു. ഈ സനബി ഇപ്പോൾ ഏതായാലും മറിയമ്മീനും പോറ്റാൻ വേണ്ടി ഗൾഫ് പോയിട്ടില്ലല്ലോ. ഇത് വല്ല പാടത്ത് പണിക്കോയിനു കൈക്കോട്ടൊക്കെ കൊത്തിയാണ്ടാണോ ഉമ്മാനെ പോറ്റിയെ? അങ്ങനത്തെ താരീഖ് എവിടെയും കാണാനില്ലല്ലോ. അപ്പം ഈ ബറമ്പി വാലിദത്തി എന്താ? ഉമ്മാനെ മടിയിൽ കിടത്തി മരിപ്പിച്ചതാണോ ഈസാ നബി? തിരിഞ്ഞിട്ടില്ല. ഉമ്മാനെ മടിയിൽ കിടത്തി ഈസാ നബി മരിപ്പിച്ചിട്ടുണ്ടോ? ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉയർത്തപ്പെട്ടതിന് ശേഷം ഒരു രാത്രി ഒരു സ്ഥലത്ത് ഉറങ്ങാൻ എന്ന വിഷമത്തിൽ കിടന്നു, ദുഃഖത്തിൽ തൻ്റെ തോഴിമാരോട് കൂടെ മറിയം. അപ്പോൾ അവർ അപ്രത്യക്ഷയായി എന്നാണ് ക്രിസ്തീയതയിൽ ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസം. അവിടെ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചിൽ ഞാൻ പലതവണ പോയിട്ടുണ്ട്. ബത്ലഹേമിൽ അതിൽ സ്ലീപ്പിംഗ് ചർച്ച് എന്ന് പറയുന്നു. ഈ സ്ലീപ്പിംഗ് ചർച്ചിൽ ഈ ഒരു ബറക്കത്ത് കിട്ടാൻ വേണ്ടി ഇപ്പോഴും ക്രിസ്ത്യാനികൾ വന്ന് ഉറങ്ങും. കാരണം അവസാനം യേശുവിനെ കുരിശിൽ തറച്ചു എന്നവരുടെ വിശ്വാസം. നമ്മളെ വിശ്വാസം ഉയർത്തപ്പെട്ടു. ആ ഒരു ദുഃഖത്തിൽ വന്ന് ഉറങ്ങാൻ കിടന്നതാണ് ആര്? അതായത് രാത്രി കിടന്നു, പിന്നെ അവർ അപ്രത്യക്ഷയായി എന്നാണ് ഒരഭിപ്രായം. അപ്പോൾ ഈസാ നബി ഉമ്മാനെ
മടി കിടന്ന് പോറ്റിട്ടില്ലല്ലോ. മാക്ക് ഗുളികം വാങ്ങും മരുന്ന് കൊടുത്ത് അതിന് നടന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതെന്താ എടുത്തോറും ഇവിടെ എന്താ എടുത്തോറേണ്ട ആവശ്യം? പറമ്പി വാൽദത്തീൻ ഒരു നബി പറയാത്ത വർത്താനം, ഏതോ ഒരു നബി പറയാത്ത വർത്താനല്ലേ ഇപ്പം പറയുന്നത്. പറമ്പി വാൽദത്തി, എൻ്റെ ഉമ്മാനോട് എനിക്കൊരു ബാധ്യത ഉണ്ട്. എന്താണ് ആ ബാധ്യത? നമ്മളെ നേരെയാക്കുക. ഇനി ഈസാ നബി ഇറങ്ങി വന്നാണ്ട് കഷ്ടപ്പെടുമ്പോൾ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ഒരു മമ്മദും അയമ്മൂട്ടിയും പോയിട്ട് നിങ്ങൾ കുറച്ച് ഇടങ്ങാറായില്ലേ എന്ന് പറയുമ്പോൾ ഈസാ നബിക്ക് തിരിച്ചെന്ത് പറയാ? ഞാൻ എന്നെ കണ്ടു വന്നല്ല, എൻ്റെ ഉമ്മാനോടുള്ള കടമ വിട്ടുക, ഞാൻ എൻ്റെ വണ്ടി വിട്ടു. പിന്നെ ഈ ഉമ്മത്തിനെ നേരെയാക്കണ ആളാരാ? മഹ്ദി. അപ്പോൾ സണ്ണ്, പിന്നെ സണ്ണില്ലോ വേറെ ആളെ കൂട്ടിയാണില്ല. ഒന്ന് മകൻ, ഒന്ന് മകൻ, ഒന്ന് മകൻ, ഒന്ന് നിയമപരമായി മകൻ, ഒന്ന് നിയമപരമായി മകൻ സ്ഥാനത്ത്. ഒന്നോ രണ്ടാളല്ലേ ഉമ്മത്തിന് അവസാനം നന്നാക്കണേ? എന്തെങ്കിലും നോക്കിയിരിക്കണേ? ആണോ അല്ലേ? രണ്ടാളല്ലേ ഉമ്മത്തിന് അവസാനം നന്നാക്കുക. ഒന്ന് മകനും ഒന്ന് മകന്റെ സ്ഥാനത്തുള്ളവും ജമാഅത്തിനും ഡമാസ്കസ് പള്ളിയിൽ ഒരുമിച്ച് കൂടും. അപ്പൊ ആളുകൾ പറയും അമ്മലിന്നാസ് ഈസാ നബിയേ ഇമാമത്ത് ലാ ഇമാമുക്കും ഖൈറുൽ ലക്കും, നിങ്ങളെ ഇമാമാണ് നിങ്ങൾക്ക് യോഗ്യൻ. എന്റെ അത് മുഹമ്മദ് എന്നാളുടെ മകളുടെ മകനാണ്, ഞാൻ ഇമ്രാന്റെ മകളുടെ മകനാണ്. നസബിൽ നോക്കിയാൽ ഞാൻ താഴെയാണ്. ഞാൻ വലിയ നബിയൊക്കെ തന്നെയാണ്, പേരലിന് പോകത്തില്ലേനും. പിന്നെ ആൾ വലിയ ആളാണ്. അത് ആരെ മോനാ? ഫാത്തിമാൻ്റെ മോനാ, അവിടുത്തെ മകളെ മകനാ. ഞാനോ? ഞാൻ ഇമ്രാന്റെ മകളെ മകനാ. ഇമ്രാ ആരെ മകനാ? ആരെ മകളാണ്? പറയുടെ ചങ്ങായി, ആരുടെ 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 മകളാണ്? ഇമ്രാന്റെ മകളുടെ മകൻ, ഇമ്രാന്റെ മകളുടെ മകൻ, ഇമ്രാന്റെ മകളുടെ മകൻ. ഇതോ മുഹമ്മദ് മുസ്തഫയുടെ മകളുടെ മകൻ. ഓ അപ്പൊ ഇമാമുക്കും ഖൈറുൽ ലക്കും വലിയ ആളാണ് തന്നെയാണ്. അപ്പൊ വിഷയമെല്ലാം ഒന്നുമല്ല കറക്കണത്. എന്തുമേൽ? മുഹമ്മദ്. ഇപ്പൊ നമ്മളെ ഏതെങ്കിലും തറവാട്ടില ഒരു ആലിങ്ങലോ ഒരു മൂച്ചിക്കലോ ഉള്ള ഒരുത്തനാണ് നന്നാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മഹ്ദിയാക്കി കൂടെ. കുറെ ആളുകളുടെ ഇപ്പൊ നടക്കണ്, ഞാനാണ് മഹ്ദി, മറ്റോളാണ് മറ്റോനാണ് മഹ്ദി, മഹ്ദി മഹ്ദി ഒക്കെ മഹ്ദിയാണ്. ചിലവർ മഹദി എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ മഹദി എന്ന് പറഞ്ഞാൽ എഴുത്തുപെടലുണ്ട് ചില ആളുകൾ. മഹദി അങ്ങനെ കുറെ ആളുകൾ എഴുത്ത് മഹദികൾ, ഒരുപാട് മഹദികൾ ഇപ്പൊ ലോകത്തുണ്ട്. എന്താ അള്ളാഹു തആല അങ്ങനെ ആക്കിയാൽ? ഇത് മിൻ ഔലാദി ഫാത്തിമ മിൻ സുലാലത്തി ഹസൻ. അല്ലാതെ ആര് വിചാരിച്ചാലും കള്ളനാണ്. മിൻ ഔലാദി ഫാത്തിമ. അതിൽ കൃത്യമായ റസൂൽ പറഞ്ഞു. എന്തുകൊണ്ട്? അവസാന കാലത്ത് ആരുണ്ടാവും? കള്ള മഹദികളുണ്ടാവും. ലോക ചരിത്രത്തിൽ ഒരുപാട് മഹദികൾ വന്നു, കള്ളമഹദികൾ വന്നു പോയിട്ടുണ്ട്. പക്ഷെ മനുഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. മിൻ ഔലാദി ഫാത്തിമ. ആരെ മകനായിരിക്കണം? ഫാത്തിമയുടെ. മിൻ സുലാലത്തി ഹസൻ. എന്റെ ഹസൻ റൂട്ടിൽ, ഹുസൈൻ റൂട്ടിലുണ്ട്, ഹസൻ റൂട്ടിലുണ്ട്. ഏത് റൂട്ടിലായിരിക്കണം? അപ്പൊ ഇത് ചേടാ ഞാൻ ആലിങ്ങനെ പോക്കര മകനാ, ഞാനാണ് മഹദി. അപ്പൊ വേഗം ഒരു ഗുളി കൊടുക്കാൻ നോക്കിയാൽ മതി. ഓന്റെ പ്രശ്നം എന്താണ്? ഊളമ്പാറെത്താൻ ദേശം നേരം വെക്കി. മറന്നില്ല. എന്തായാലും ഓന എന്തുകൊണ്ട് ഇത് ഇതൊക്കെ എന്റെ എങ്ങനെ 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 വ്യക്തമായി പറയണേ? നിങ്ങൾ വെക്കണ്ട. ഇതിന്റെ മക്കളെ ആകുള്ളൂ. നിങ്ങളെ നന്നാക്കാനുള്ള രണ്ടാളെ ഏൽപ്പിച്ചത്. ഒന്നിന്റെ പെണ്ണുങ്ങളെ മോനെയും ഒന്നിന്റെ മകളെ മോനെയും. രണ്ടാളും ഒരുമിച്ച് കൂടിയാൽ ഇമാമ മൂപ്പരൊരുക്കും. അതിന്റെ മകളാനാണ് ഫാത്തിമ ബീബി. അഫ്ളലു മിൻ ജമീഇ നിസാഇൽ ആലമീൻ ഹത്താ മിൻ മറിയമ فإنها بنت النبي المصطفى فإن مريم ابنة عمران.
ഇസ്രായേലിലെ ഏതോ ഇമ്രാന്റെ മകളാണ് ആര്? പറയേ, മറിയം. ഇതല്ല, ഇത് സയ്യിദുൽ അനാമായ, സയ്യിദുൽ ഖൽഖായ, അഷ്റഫുൽ ഖൽഖായ, സയ്യിദുൽ ബറായായ, കഹ്ഫുൽ വറയായ മുഹമ്മദ് മുസ്തഫാന്റെ മോളമോനാണ്. അപ്പോൾ ഇമാം ഖാഹിറുലക്കും അതാണ് ബറംബി വാൽദത്തി. അപ്പോൾ ബറംബി വാൽദത്തി ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അതെന്ന് പൂർത്തിയാവും? ആദ്യം ഈസാ നബി ഇറങ്ങിയ രണ്ടാളും കൂടും. രണ്ടാളും കൂടിയിട്ട് എന്ത് ചെയ്യും? രണ്ടാളും കൂടി ദജ്ജാലിനെ കൊല്ലും. എന്തുകൊണ്ട്? ഈ ദജ്ജാൽ അടിസ്ഥാനപരമായി ആരെ ശത്രുവാ? മുഹമ്മദ് എന്നാണ് ശത്രുവാ. എൻ്റെ ഒരു ശത്രുവിനെ വേറൊരു തറവാട്ടിയെ ഒതുക്കിയെന്നാൽ നമ്മക്കൊരു മാനക്കേടുണ്ടോ അല്ലേ? അതേസമയത്ത് നമ്മളെ മക്കൾ മൂത്താപ്പാൻ്റെ മക്കളും കൂട്ടിയിട്ടാണ് ഓനെ ഒതുക്കിയെങ്കിലോ അതിൽ ഓൽക്കൊന്നും പറയാനില്ല. ഞങ്ങൾ എന്തെങ്കിലും കഞ്ഞിവെള്ളം കുടിച്ച് കടന്നുറങ്ങിക്കോളും കുട്ടികളെ, അത്രയും ഞാൻ പറയാനുള്ളൂ. മറ്റൊരു പിന്നെ പള്ളിൻ്റെ ജനറൽ ബോഡിയിൽ വരെ ഇത് പറയും. മൂപ്പർക്ക് അന്ന് ആരും മൂപ്പരെ മാനം കെടുത്തിയപ്പോൾ അതിൽ ഇടപെടാൻ ഞങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയും. ഈ വ്യക്തി അടിസ്ഥാനപരമായി ആരെ ശത്രുവാ? ദജ്ജാൽ മുഹമ്മദിയത്തിന് ശത്രുവാ. ഇയാൾ എന്നുണ്ട്? ആദ്യ കാലത്തുണ്ട്. മാമിൻ നബിയിൻ ഇല്ലാഹുവ അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബ്. ഈ കള്ളൻ അന്നുണ്ട്. മനസ്സിലായി പറഞ്ഞാൽ അങ്ങനെ പോയി 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 പോയി. അപ്പം അവസാനം ചോദിക്കാണ്. തമീമുൽ അൻസാരി തങ്ങളെ ഹദീസിൽ കാണാം. എന്ത്? അത് ഹൽ ബുഇസ, മക്കയിൽ വരുന്ന നബി ഉണ്ടല്ലോ, ആ ആൾ വന്നോ? ഖദ് ബുഇസ. ഓ, അപ്പോൾ കഴിഞ്ഞു, ഇനി കുറച്ച് വല്ലാതെ നേരം വൈകാതെ എനിക്ക് ഇറങ്ങാനാവും എന്നയാൾ പറഞ്ഞു. അപ്പം ഏതോ കാലത്തുള്ള ആൾ ഇവിടെ മുഹമ്മദ് നബി എന്ന ആൾ വന്നു പോകണം, എന്നാലേ ആൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ മുമ്പ് ഇറങ്ങിയാൽ ഇവിടെ ആര് നന്നാക്കും? മുഹമ്മദ് നന്നാക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് ബടക്കും മുഹമ്മദിനെ നന്നാക്കും. ആ മുഹമ്മദ് മുസ്തഫ പോയി പോയി കഴിഞ്ഞ് നൂറ്റാണ്ടുകൾ അനവധി കഴിഞ്ഞ് ഖിയാമത്തുൽ നാളിന്റെ അടുത്തെത്തുമ്പോൾ ബനാണ്ട് ഇറങ്ങിയിട്ട് ഒക്കെ നാശാക്കിയാൽ എല്ലാം നരകത്തേക്ക് ഭാരാന്നാണ് ഇപ്പം വിചാരിക്കുന്നത്. അപ്പൊ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിൽ ആരും ഉണ്ടാവില്ല മഹ്ശറിൽ. ഇതാണ് ഉദ്ദേശം. ഇവൻ അടിസ്ഥാനപരമായി ആദമിന്റെ ശത്രുവല്ല, ഇവൻ അടിസ്ഥാനപരമായി മുഹമ്മദിയത്തിന് ശത്രുവാണ്. ലോകത്തൊരു നന്മയുള്ളത് മുഹമ്മദിയത്താണ്. ലോകത്തൊരു തിന്മയുള്ളൂ, അത് 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 ലോകത്തൊരൊറ്റ തിന്മയുള്ളൂ. അതെന്താണ്? അത് ഇതിലാലും മുഹമ്മദാണ്. മുഹമ്മദിനെ സാരപ്പെടുത്തലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദാണ് എന്നാൾ ചെറുതാക്കലാണ്. അതിനേക്കാളും വലിയ തിന്മ ലോകത്തില്ല. ഒരു നന്മയുള്ളൂ ലോകത്ത്, അത് മുഹമ്മദ് എന്നാളെ വലുതാക്കലാണ്. ഒരു തിന്മയുള്ളൂ ലോകത്ത്, അത് മുഹമ്മദ് എന്നാളെ ചെറുതാക്കലാണ്. എന്തുകൊണ്ട്? നാരായ പേര് എന്ന് പറഞ്ഞാൽ നാരായം 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 എന്നൊരു സംഗതിയുണ്ട്. നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ടാ എന്ന് ശുജായി ചോദിച്ചിട്ടുണ്ട്. നാരായം എന്നൊരു സാധനം, നാരായം, നാരായത്തുമ്മലാണ് ആസ് കറങ്ങ. നട്ടാൽ പുൽനെല്ല് വിളയുമോ പൊട്ടാ, നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ടാ. സഫലമാലയാണ് ഷുജായി ഖദീജ ബിയുടെ കാലിൻ്റെ അടിയിൽ പോയി വഫാത്തായി. 100 കൊല്ലം മുമ്പാണ് വഫാത്താവുന്നത്. ഷുജായി ഹജ്ജിന് പോയി മരിച്ചു. മലയാളക്കര കണ്ട ഏറ്റവും മഹാപണ്ഡിതരിൽ ഒരാളായിരുന്നു ഷുജായി മൊയ്ദ് മുസ്ലിയാർ. അവർ ഹജ്ജിന് മക്കത്ത് പോയി പിന്നെ മരിച്ചു. അവർ ഖദീജ ബിയുടെ കാലിൻ്റെ ചോട്ട് കിടക്കുന്നുണ്ട്. ഷുജായി മൊയ്ദ് മുസ്ലിയാർ അവരെഴുതിയതാണ് സഫലമാല. ആ സഫലമാലയിലെ വരിയാണ് ഇപ്പം ഞാൻ അകക്കൺ തുറന്നൊന്ന് നോക്കിക്കേ കേടാ, ഉത്സാഹമോർത്താൽ ഉറങ്ങാമോ പൊട്ടാ. പൊട്ടാ നീ മുൻതുള്ളി പിൻചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നോരു കൊട്ട. നട്ടാൽ പുൽനെല്ല് വിളയുമോ പൊട്ടാ, നാരായം വിട്ടാസ് ചുറ്റുമോ പൊട്ടാ. പെട്ടാലോ ചത്ത ചകാമല്ലേ പൊട്ട, പറനിന്റുടൽക്ക് ബഹുമാനം പൊട്ട. സഫലമാലയ. ചത്താൽ 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 ചകമല്ലേ പൊട്ട, നീ ജീവൻ പോയാൽ പിന്നെ ഒരു ശവത്തിൻ്റെ സ്ഥാനമേ ഉള്ളൂ എന്ന് നിനക്ക്
നിന്റെ ഉടൽക്ക് ബഹുമാനം പൊട്ട നിന്റെ ശരീരത്തിന് എന്ത് വിലയുള്ളത്? ഇത് ശവല്ലേ, കൊണ്ടേ കുഴിച്ചിടുന്ന സാധനമല്ലേ എന്ന്. അവിടെ നാരായത്തിന് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. അപ്പം ലോകത്തിന് എന്തും ആസിൻ്റെ നാരായം, ആ നാരായക്കുറ്റി എന്ന കല്ലാണ് എങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാരായമാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതിനിങ്ങനെ കറങ്ങുക ലോകം. സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമിനെ തരട്ടെ.